മോഹൻലാൽ, മമ്മൂട്ടി എന്നീ താരനക്ഷത്രങ്ങൾ മലയാള സിനിമയിൽ നിലയുറപ്പിച്ച ശേഷം അപരൻ എന്ന സിനിമയിലൂടെ പത്മരാജൻ പരിചയപ്പെടുത്തിയ ഒരു മിമിക്രിക്കാരൻ പയ്യൻ മലയാളികളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയത് ചെറിയ സമയം കൊണ്ടാണ്. മലയാളികളുടെ ഹൃദയത്തിൽ ഒരു സൂപ്പർ സ്റ്റാറായി വിരാജിക്കാൻ അയാൾക്ക് വേണ്ടി വന്നത് മലയാളികൾ ഇന്നും ആവർത്തിച്ചു കാണുന്ന കുറെ രാജസേനൻ ചിത്രങ്ങളും ഒരു സൂപ്പർമാനും മാത്രമാണ്. ഇന്ന് അദ്ദേഹത്തെ വെറും പരിഹാസ കഥാപാത്രമായി കാണുന്ന സൗത്ത് ഇന്ത്യയിലെ മറ്റ് ഇൻഡസ്ട്രികളിലെ മുഴുവൻ നടന്മാരെയും എടുത്ത് തൂക്കി നോക്കിയാലും അയാൾ അന്ന് ചെയ്തു വെച്ചതിൻ്റെ അകലത്തെത്തില്ല. മലയാള സിനിമയും മലയാളികളും ഉള്ളിടത്തോളം കാലം അയാൾ ഞങ്ങളുടെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ജയറാമിൻ്റെതായി ഏറ്റവും പുതുതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം കാർത്തിക് സുബ്ബരാജിൻ്റെ റെട്രോയാണ്. കമലഹാസന്റെ തെന്നാലിയും പഞ്ചതന്ത്രവുമെല്ലാം ജയറാം കളനിറഞ്ഞു തകർത്ത പടങ്ങളായിരുന്നു. തമിഴ്നാട്ടിൽ വൻ പ്രേക്ഷക സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത്. എന്നിരുന്നാലും ജയറാം എന്ന നടൻ മലയാള സിനിമയുടെ നാലാമനായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം ഇതായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയെ തോളിലേറ്റിയ പേരുകൾ. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങിയവരോടൊപ്പം സൂപ്പർ സ്റ്റാറായി കത്തിക്കയറാൻ ജയറാമിന് വേണ്ടി വന്നത് ഒരു സൂപ്പർമാനും കുറെ കുടുംബ ചിത്രങ്ങളും മാത്രമാണ്. അതിൽ പലതും രാജസേനൻ ഒരുക്കിയ ചിത്രങ്ങളായിരുന്നു. ഒരു കാലത്ത് ജയറാം, രാജസേനൻ എന്നത് മലയാളികളെ തിയേറ്ററിനകത്തേക്ക് ആകർഷിക്കുന്ന പേരുകളായിരുന്നു. ദിലീപ് എന്ന നടൻ വലിയൊരു താരമായി വന്നതോടെ ജയറാം ചെയ്തിരുന്ന ടൈപ്പ് കഥാപാത്രങ്ങൾ ദിലീപിലേക്ക് എത്തുകയും തുടർച്ചയായ വലിയ വിജയങ്ങൾ ദിലീപിന്റെ സ്റ്റാർഡം ഉയർത്തുകയും ചെയ്തു. ദിലീപിന്റെ സുവർണകാലങ്ങളിൽ ജയറാം സിനിമകളെല്ലാം പരാജയത്തിന്റെ വക്കിലേക്ക് പോയിരുന്നു. ഉയർച്ചകളും താഴ്ചകളും പലകുറി മാറി മാറി വന്നപ്പോഴും ജയറാം മലയാളികൾക്ക് സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ഇന്നും ആവർത്തിച്ചു കണ്ടുചിരിക്കുന്ന ഒരുപാട് സിനിമകളിലെ നായകനാണ്. അന്യഭാഷകളിൽ ക്യാരക്ടർ റോളുകൾ ചെയ്യാതെ മലയാളത്തിൽ നല്ല പടങ്ങൾ ചെയ്ത് അദ്ദേഹം മുൻനിരയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു.